എം ജി ശ്രീകുമാറിൻ്റെ ഒരു പരിപാടിയും വെക്കുക, വേടൻ്റെ ഒരു പരിപാടിയും വെക്കുക. ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പരിപാടി കാണാൻ വരുന്ന 1% ആൾ ഈ പറയുന്ന എം ജി ശ്രീകുമാറിൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോകുമോ? നമസ്കാരം, നിസാറാണ് ചിലപ്പുറം. വേടനുമായി ബന്ധപ്പെട്ടും കൊണ്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വേടൻ എന്ന വ്യക്തി കഞ്ചാവ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും കൊണ്ടൊന്നും ഒരിക്കലും അദ്ദേഹത്തെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല, അതൊരു സത്യമാണ്. പക്ഷേ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ എം ജി ശ്രീകുമാർ ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയുണ്ടായി. ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എം ജി ശ്രീകുമാറിന് അറിയില്ല. എൻ്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് നൽകുന്ന ഈ മറ്റേ പ്രോത്സാഹനമാണ്, കയ്യടിയാണ് എൻ്റെ ലഹരി. ഞാൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം 40 വർഷമായി ഈ ഗാനങ്ങൾ ഓരോ സ്റ്റേജുകളിലും സിനിമയിലൊക്കെ പാടുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. വേടനെ അറിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേടൻ്റെ വരികളാണ്, വേടൻ ഈ സമൂഹത്തിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇവർക്ക് ദഹിക്കാത്തത്. കാരണം ഈ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി വേറെ പ്രമുഖ ആളുകൾ എഴുതി കൊടുത്ത് ഈണം കൊടുത്ത ഗാനങ്ങൾ സ്റ്റുഡിയോ പോയിട്ട് പാടുക മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന വേടൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ വരികളാണ്, ആ വരികളാണ് ഇവർക്ക് പ്രശ്നം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലിയ ആളുകളാണ്, ജാതി കൊണ്ടൊക്കെ വലിയ ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരെക്കാട്ടിലും ഗ്രേഡ് കൂടിയ ഒരാൾ താഴെ, ഇത് എന്താ പറയുക, ജാതി കൊണ്ടൊക്കെ താഴേ കടയിൽ നിൽക്കേണ്ട ആളുകൾ ഒരിക്കലും പൊന്തി വരാൻ വേണ്ടി പാടില്ല. ആ ഒരു കാഴ്ചപ്പാടാണ് ഈ ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കുള്ളത്. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ മതി ഇവിടെ. എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എം ജി ശ്രീകുമാറിൻ്റെ ഒരു പരിപാടിയും വെക്കുക, വേടൻ്റെ ഒരു പരിപാടിയും വെക്കുക. ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പരിപാടി കാണാൻ വരുന്ന 1% ആൾ ഈ പറയുന്ന എം ജി ശ്രീകുമാറിൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോകുമോ? വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം ഇവിടെ പലർക്കും പൊള്ളുക ചെയ്യുന്നു, അതാണ് വിഷയം. അതായത് ഇവരൊക്കെ താഴെ നിൽക്കേണ്ട ആളുകളാണ്, ഇവരൊന്നും ഒരിക്കലും മേലോട്ട് വരാൻ വേണ്ടി പാടില്ല. വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗാനത്തിലുള്ള വരികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയുള്ള ജന്മിത്വത്തിനൊക്കെ എതിരായിട്ട്, ജാതി മത ഭ്രാന്തന്മാർക്കെതിരായിട്ട് ഒരു തുല്യതാണ് അദ്ദേഹം കാണുന്നത്. പക്ഷെ അത് ഇവിടെയുള്ള ആളുകൾക്ക് പറ്റില്ല, ഈ എം ജി ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് പറ്റില്ല. കാരണം ജനിച്ചപ്പോഴേ സ്വർണ്ണക്കരണ്ടി വായിലാക്കി വരുന്ന ആളുകളാണ് ഇവർക്ക് ഈ കഷ്ടപ്പാടെന്തെന്നോ വിശപ്പ് എന്തെന്നോ പട്ടിണി എന്തെന്നോ ഒന്നും അറിയാത്ത ആളുകളാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ബന്ധമുള്ളത് വലിയ സിനിമ സ്റ്റാറായിട്ട് അല്ലെങ്കിൽ കോടികൾ ആസ്തിയുള്ള ആളുകളൊക്കെയാണ് ഇവരെ ഫ്രണ്ട്സുകൾ. ഇവർക്ക് താഴേല് നമ്മളെ ഈ എല്ലാവരും ഒരു രീതിയിലല്ലല്ലോ ജീവിക്കുന്നത്. താഴേക്കിടയിലുള്ള ആളുകളെ പറ്റിയിട്ട് ഒന്നും ഇവർക്കറിയില്ല. ഈ എം ജി ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് അവർക്കൊരു ശാഠ്യം, അവർ മതി ഇവിടെ, അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഭൂകമ്പമാണ്. അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പമായി പോകണം. അതായത് സംഗീത ലോകം പിന്നെ ഉണ്ടാവരുത്. ഇനിയിപ്പോൾ സംഗീതത്തിലേക്ക് പുതിയ ആൾ വരണമെങ്കിൽ തന്നെ എൻ്റെ മക്കളോ അല്ലെ എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഞങ്ങളെ ആ ഒരു ട്രിവാൻഡ്രം ബെൽറ്റിലുള്ള ഇവർക്കൊക്കെ ആ ഒരു ബെൽറ്റാണല്ലോ, അതിലുള്ള ഒരു അംഗമാണല്ലോ ഈ പറയുന്ന ശ്രീകുമാറൊക്കെ. അതിനുള്ളിലുള്ള മക്കൾ ആരെങ്കിലുമൊക്കെ വേണം മുമ്പോട്ട് വരാൻ. വേറെ താഴ്ന്ന ജാതിയിലുള്ളതോ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളോ അങ്ങനത്തെ ആളുകളൊന്നും ഉയർന്നു വരാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു മനസ്സിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ. അത് മാറൂല, അവരെ മനസ്സിന്ന് ഒരിക്കലും അത് മാറൂല. പക്ഷെ വേടന് പൂർണ്ണമായിട്ട് പിന്തുണയുണ്ട്. അതായത് ലോകത്ത് മുഴുവനായിട്ട്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ്റെ പുറത്ത് വരെ വേടൻ നല്ല സപ്പോർട്ടുണ്ട്. കാരണം വേടൻ ഒരു സാധാരണക്കാരനാണ്. നല്ല രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും വേടൻ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ വേടൻ്റെ ഗാനത്തിലുള്ള വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. വേടനെ പോലെയുള്ള ആളുകൾ ഈ ഗാനത്തിലൂടെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക? അതൊന്നും വിളിച്ചു പറയാൻ വേണ്ടി പാടില്ല. അവരൊക്കെ എന്നും താഴേക്കിടയിൽ ജീവിക്കേണ്ട ആളുകളാണ്, ഒരിക്കലും നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല, അല്ലേ? ആ ഒരു ചിന്താഗതിയാണ്. ഈ പറഞ്ഞ എം ജി ശ്രീകുമാർ ആയിക്കോട്ടെ, അദ്ദേഹം ഒക്കെ വളർന്നു വന്നത് എങ്ങനെയാണ്? അവരെ ഫാമിലി അന്നേ ആ ഒരു രീതിയിലുള്ള ഫാമിലി ആയിരുന്നു. ഈ മോഹൻലാലും അതേപോലെ പ്രിയദർശനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഈ ഗായകന് ഇത്ര പോപ്പുലർ ആവാൻ വേണ്ടി പറ്റുമോ?
എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് മോഹൻലാലും പ്രിയദർശനും മറ്റൊരൊന്നും സപ്പോർട്ട് ചെയ്തെന്ന് വരില്ലല്ലോ. ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി സ്വയം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ കുറച്ച് പ്രമാണിമാരുണ്ട്. ആ പ്രമാണിമാരാണ് ഈ പറഞ്ഞ വേടനൊക്കെ ഒതുക്കാൻ വേണ്ടി നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളക്കര ആകെയുണ്ട്. മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വേടൻ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാനൊരു പുതിയൊരു മനുഷ്യനായി തിരിച്ചു വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഈ പുലിപ്പല്ലോ ആയിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് ഉള്ളൊരു വിഷയം നമുക്കറിയാം. എന്തോ ഒരു വലിയൊരു ക്രൈം ചെയ്ത പോലല്ലേ ഈ മറ്റേ പോലീസുകാരായാലും ആരായാലും സമൂഹത്തിന് മുമ്പിലേക്ക്, മാധ്യമത്തിന് മുമ്പിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണുള്ളത്. കാരണം വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി, അതായത് അദ്ദേഹം ഇനി പാട്ട് പാടരുത് എന്നുള്ളൊരു ചിന്ത വെച്ചും കൊണ്ട് തന്നെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ നോക്കി കാണുന്നത്. അതേപോലെ തന്നെ സമാനതകളുള്ള പല കേസുകളിലും ഇവിടെയുള്ള പല പ്രമാണിമാരുടെ മക്കളൊക്കെ ഈസി ആയിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ അധികാരവും പണവും ഉള്ള ആളുകൾക്ക് ഇവിടെ എന്തും ചെയ്യാന്നുള്ളതാണ്. അതായത് നല്ല ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ എന്തും ചെയ്യാം. വേടൻ ഇനിയും കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. വേടൻ ഇനിയും പറയണം, ഇനിയും പാടണം. അത് കേട്ടിട്ട് പൊട്ടുന്ന കുരുവൊക്കെ പൊട്ടുകയും വേണം.